ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ വിഷുഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 2026 ഏപ്രിൽ 14 വിഷു സംക്രമം, ചൊവ്വാഴ്ച ദിവസം വിഷു സംക്രമം നടക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് വിഷു ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ വിഷുവിന് ശേഷം അങ്ങോട്ടുള്ള അടുത്ത മേടം മാസം വരെയുള്ള ഫലമാണ് ഞാൻ പറയുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. പരമാവധി വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. അതുപോലെ ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതാണ്. എന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2026 ഏപ്രിൽ മാസം 14 ചൊവ്വാഴ്ച ദിവസം രാവിലെ 9:38 അതായത് ഉദയാൽപരം 8 നാഴിക 8 വിനാഴിക ഈ സമയത്താണ് മീനം രാശിയിൽ നിൽക്കുന്ന ആദിത്യൻ മേടരാശിയിലേക്ക് സംക്രമിക്കുന്നത്, സംക്രമം നടക്കുന്നത്. അങ്ങനെ സംക്രമം നടക്കുന്ന സമയത്ത് ചതയം നക്ഷത്രം 3-ാം പാദം, അതുപോലെ തന്നെ വിഷു സംക്രമം നടക്കുന്നത് കുംഭക്കൂറിലാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നക്ഷത്ര ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് പുണർദം നക്ഷത്രക്കാരുടെ ഫലമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് കാര്യമായ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. ജോലിയിൽ ഉള്ള തടസ്സങ്ങളെല്ലാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തടസ്സങ്ങൾ, ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു റിലീഫ്, ഒരു സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വരാൻ പോകുന്നത്. പുണർദം നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന നല്ല സമയമാണ് വരാൻ പോകുന്നത്. ശത്രു തടസ്സം നിമിത്തം കൂടുതൽ ക്ലേശങ്ങൾ അനുഭവിച്ച പുണർദം നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ടുള്ള ശത്രുസ്ഥാനമുള്ളവർക്കും ബിസിനസ് സംബന്ധമായിട്ടുള്ള അങ്ങനെ ശത്രുസ്ഥാനമുള്ളവർക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിൽക്കാൻ പോകുന്ന സമയമാണ് വരാൻ പോകുന്നത്. ദൈവാധീനം, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. മഹാവിഷ്ണു ഭഗവാന്റെയും അതുപോലെ ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നല്ല രീതിയിൽ ചൊരിയാൻ പോകുന്ന സമയമാണ് പുണർദം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ല സാഹചര്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് പുണർദം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതും നല്ല രീതിയിലുള്ള പ്രപ്പോസൽസ് വരാനുള്ള ദൈവാധീനവും പുണർദം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ സ്വയംവര അർച്ചന ചെയ്യുന്നതും പാർവതി ദേവിക്ക് മഞ്ഞൾപ്പറ സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വെറ്റിലമാല സമർപ്പിച്ച് ഹനുമാൻ ചാലിസ ജപിക്കുന്നതും അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാനും സഹായകരമാകുന്നതാണ്. അപ്പം പുണർദം നക്ഷത്രക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള അലസത ഈ ഏപ്രിൽ മാസം അങ്ങോട്ട് കഴിയുമ്പോൾ മുതൽ ചെറിയ രീതിയിലുള്ള അലസത ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കും. അതിന് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ച് കുടുംബക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടും ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും വിദേശത്തേക്ക് പുറത്തേക്ക് അങ്ങനെ ജോലി സംബന്ധമായിട്ടും അതുപോലെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടും വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും സഹായകരമാകുന്നതാണ്. തുടക്കത്തിലെ തടസ്സം പേടിക്കേണ്ട, അതിനുശേഷം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പുണർദം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് കാവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള രാശി ചിന്ത ചെയ്തുകൊണ്ട്, കവടി പ്രശ്നം വെച്ചുകൊണ്ട് കറക്റ്റ് പരിഹാരം ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ തടസ്സങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ്. അതുപോലെ പിതൃ സംബന്ധമായിട്ടുള്ള കടാക്ഷം നേടേണ്ടതും പിതൃപൂജ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിതൃക്കളെ സ്മരിച്ച് തന്നെ മുൻപോട്ട് പോവുക. ശനീശ്വര മന്ത്രം ജപിക്കേണ്ടതും പുണർദം നക്ഷത്രക്കാർക്ക് അത്യാവശ്യമായിട്ട് കാണിക്കുന്നു. ശാസ്താ ക്ഷേത്ര ദർശനം നടത്തേണ്ടതും അത്യാവശ്യമാണ്. നീരാഞ്ജന വഴിപാടും അത്യാവശ്യമായിട്ട് നടത്തേണ്ടതാണ് പുണർദം നക്ഷത്രക്കാർ. ശനീശ്വര മന്ത്രം, നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം
തം നമാമി ശനീശ്വരം. ഈ മന്ത്രം ദിവസവും ജപിക്കുകയാണെങ്കിൽ ശനി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറച്ചെടുക്കാനും ശനീശ്വരന്റെ അനുഗ്രഹം നേടിയെടുക്കാനും സഹായകരമാവുന്നതാണ് പുണർദം നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പുണർദം നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള സമയമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനും അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല ദൈവാധീനമുള്ള സമയമാണ് പുണർദം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് അനുകൂല സ്ഥാനം തന്നെയായിരിക്കും തുടക്കത്തിലെ തടസ്സം ഒഴിച്ചു കഴിഞ്ഞാൽ. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുണർദം നക്ഷത്രക്കാർക്കും പുണർദം നക്ഷത്രക്കാരുടെ പിതാവിനും പിതാവ് വഴിയുള്ള ബന്ധുക്കൾക്കും ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ ഇടയ്ക്കൊക്കെ ഉദര സംബന്ധമായിട്ടുള്ള സ്കാൻ, അൾട്രാസൗണ്ട് സ്കാന് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക. അങ്ങനെയുള്ള ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത പുണർദം നക്ഷത്രക്കാർക്ക് കാണിക്കും. അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. അപകട സാധ്യതകൾക്കുള്ള സാധ്യത പുണർദം നക്ഷത്രക്കാർക്ക്, അങ്ങനെയുള്ള സാധ്യതകൾ ഉടലെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോവുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ദൈവാധീനമുള്ള ഒരു സമയമാകും ഉണർദം നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. അതുപോലെ വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്ന പുണർദം നക്ഷത്രക്കാർക്കും വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന പുണർദം നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സ്ഥാനമാണ്, അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളും നല്ല രീതിയിലുള്ള ഉന്നമനവും നേടിയെടുക്കാൻ സഹായകരമാകുന്ന സമയമാണ് പുണർദം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് പൂയം നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് നോക്കാം. പൂയം നക്ഷത്രക്കാരുടെ വിഷുഫലം. പൂയം നക്ഷത്രക്കാർക്ക് തുടക്കം വളരെ അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ഔദ്യോഗികപരമായിട്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്തവർക്കും ഔദ്യോഗികപരമായിട്ട് അങ്ങനെ ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കൊടുത്തവർക്കും ഈ കാലയളവ് വളരെയധികം പ്രയോജനപ്പെടും. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്കും ഈ കാലയളവിൽ അനുകൂലമായിട്ടുള്ള സമയമാണ്, ദൈവാധീനമുള്ള സമയമാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ കാലയളവ്, അതായത് ഒക്ടോബർ മാസം വരെ അങ്ങനെയുള്ള തീരുമാനങ്ങൾ, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയമാകും പൂയം നക്ഷത്രക്കാർക്ക്. പൂയം നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ട്. ശത്രു തടസ്സം നേരിടാനുള്ള സാധ്യതകൾ ഇനിയും ഏറെയാണ്. സംസാരത്തിലുള്ള മിതത്വ ഭാവം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ബന്ധുമിത്രാദികൾക്കിടയിൽ പോലും നിങ്ങൾ സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവത്തിൽ പോകേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നതും അതുപോലെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് വരാൻ പോകുന്നത്. കുടുംബക്ഷേത്ര ദർശനം നടത്തേണ്ടതും യഥാശക്തി വഴിപാട് നടത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് കാവ് അതുപോലെ വെച്ചാരാധന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യഥാസമയത്തുള്ള പരിഹാരം കണ്ടെത്തി കാര്യങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ തടസ്സങ്ങളെല്ലാം തീർച്ചയായിട്ടും മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള ഫലമാണ്. നിങ്ങളുടെ നിലവിലുള്ള ദശാസന്ധിയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ കറക്റ്റായിട്ടുള്ള രാശി ചിന്ത ചെയ്തുകൊണ്ട് ഉചിതമായിട്ടുള്ള പരിഹാരം ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റിയെടുത്ത് മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പൂയം നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമാകും. വരുന്ന ഒക്ടോബർ നവംബർ മാസം വരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടത്തിനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായി പ്രത്യേകം ശ്രദ്ധിക്കണം. പൂയം നക്ഷത്രക്കാര് നടുവിന് അസ്വസ്ഥത, അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ, അസ്ഥി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയും കാര്യങ്ങളും പൂയം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് നോക്കാം. ആയില്യം നക്ഷത്രക്കാരുടെ വിഷു ഫലമാണ് പറയാൻ പോകുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത ഏറെയാണ്. സംസാരത്തിലുള്ള മിതത്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരത്തിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് സംസാരിച്ച് മുൻപോട്ട് പോവുക. പ്രത്യേകിച്ച് ബന്ധുമിത്രാദികൾക്കിടയിൽ പോലും അതുപോലെ ഔദ്യോഗികപരമായിട്ടും സംസാരത്തിൽ ആ ഒരു മിതത്വഭാവം അത്യാവശ്യമാണ് ആയില്യം നക്ഷത്രക്കാര്. ഭാഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒഫീഷ്യലി കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള വിധി ഒക്കെ ഉണ്ടാകേണ്ട നല്ല സമയമാണ് വരാൻ പോകുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയം വരാൻ പോകുന്നു. പ്രത്യേകിച്ച് ഡിസംബർ മാസം വരെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ, അതുപോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻ കാര്യങ്ങൾക്കൊക്കെ ഉചിതമായിട്ടുള്ള സമയമാണ് ഡിസംബർ മാസം വരെ ആയില്യം നക്ഷത്രത്തിൽ വരുന്ന ആളുകൾക്ക്.
ആയില്യം നക്ഷത്രം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. പുരുഷന്മാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ സെപ്റ്റംബർ മാസം വരെയുള്ള അങ്ങനെ ഓവറായിട്ടുള്ള അലച്ചിൽ അത് നിമിത്തമുള്ള മനോക്ലേശം, കുടുംബത്തുണ്ടാകുന്ന അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പുരുഷന്മാർക്കും കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് ആ ഒരു യോഗ അങ്ങനെയുള്ള മെഡിറ്റേഷൻ കാര്യങ്ങളിലൂടെ മുൻപോട്ട് പോവുകയാണെങ്കിൽ മനസ്സിനെ നിയന്ത്രിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കാൻ പറ്റുന്നതാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എത്തിപ്പെടാനുള്ള ദൈവാധീനം ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ മ്യൂസിക് മേഖലകൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്, നല്ല ദൈവാധീനമുള്ള സമയം. നിങ്ങൾ വിചാരിച്ച രീതികളിൽ കാര്യങ്ങൾ എത്തിപ്പെടാനുള്ള സമയം, അങ്ങനെയുള്ള ദൈവാധീനം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് ചെറിയ അലസത കൂടി നിൽക്കാനുള്ള സാധ്യത ജൂലൈ ഓഗസ്റ്റ് മാസം വരെ കാണിക്കുന്നുണ്ട്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ ചാലിസ ജപിക്കേണ്ടതും സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കേണ്ടതും അത്യാവശ്യമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകാൻ എക്സ്പെക്ട് ചെയ്ത് വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കുട്ടികൾക്കും ജൂലൈ മാസം വരെ ചെറിയ തടസ്സങ്ങൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ആയില്യം നക്ഷത്രക്കാർക്ക് വീട് പണിയുന്നവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടപ്പെട്ടു പോയ കസ്റ്റമേഴ്സിനെയൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യം, അങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന ഫണ്ടുകളൊക്കെ റിലീസായി കിട്ടാനുള്ള ഭാഗ്യം, അങ്ങനെ ആരെങ്കിലും ധനപരമായിട്ട് അങ്ങനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പണം എല്ലാം തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യവും ആയില്യ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുക. ധനപരമായിട്ടുള്ള പാഴ്ചെലവിനുള്ള സാധ്യതയും ആയില്യ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിച്ച് മുൻപോട്ട് പോവുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം, അതും 30 വെള്ളി ദിവസം. എല്ലാ മലയാള മാസത്തിലെ ആദ്യം വരുന്ന വെള്ളിയാഴ്ചയാണ് 30 വെള്ളി. 30 വെള്ളി വ്രതം അനുഷ്ഠിച്ച് മഹാലക്ഷ്മി അഷ്ടകം ജപിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഉന്നമനം ആയില്യം നക്ഷത്രക്കാർക്ക് കിട്ടുന്നതാണ്. ഇത്രയുമാണ് ഉണർദം പൂയം ആയില്യം നക്ഷത്രക്കാരുടെ വിഷുഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ജീവിത പ്രശ്നങ്ങൾക്ക് കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശം എന്താണ് അതുകൂടി ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.